ഹായ്, ഞാൻ ഇന്നിവിടെ ഒരു നോ പെയിൻറ്റ് ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. ഇതിന് നമുക്ക് പെയിൻറ്റ് ആവശ്യമില്ല, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് പോണത്. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാഗസീൻ്റെ പേപ്പേഴ്സാണ്. കുറച്ച് കളർഫുള്ളായിട്ടുള്ള പേപ്പേഴ്സ് എടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ഗ്ലേസിംഗ് ഉള്ള പേപ്പേഴ്സ് ഉണ്ടല്ലോ, അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പേപ്പറിലെ കളർഫുള്ളായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കൈ വെച്ചിട്ട് കീറിയെടുക്കുക. നമുക്കിഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. മൾട്ടി കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും 1-2 കളേഴ്സ് മാത്രമായിട്ട് നമുക്കിതിന് യൂസ് ചെയ്യാം. ഞാനിതുപോലെ കീറിയെടുക്കുകയാണ്. കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്കും പിങ്കും റെഡൊക്കെയാണ്. പിന്നെ കുറച്ച് ബ്ലൂ എടുത്തിട്ടുണ്ട്, അതുപോലെ ഓറഞ്ചും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പേഴ്സ് ഈ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഗ്ലൂ റെഡിയാക്കി എടുക്കാം. ഗ്ലൂവിൽ ഒരല്പം വെള്ളം മിക്സ് ചെയ്തിട്ടുള്ളതാണിത്. ഗ്ലൂവും വെള്ളം ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കീറി വെച്ചിരിക്കുന്ന പേപ്പേഴ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ വീണ്ടും കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരേപോലുള്ള കളേഴ്സ് അടുത്തടുത്ത് വരാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ലോണം ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് കീറി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്, കട്ട് ചെയ്തെടുക്കണേക്കാളും. ഞാനിവിടെ കുറച്ചൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ചൊക്കെ കീറി എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ പേപ്പേഴ്സ് ഒട്ടിച്ചതാണെന്ന്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു നെയിൽ പോളിഷ് റിമൂവർ എടുക്കുക. പിന്നെ ഒരു കോട്ടണിൽ ഇത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കോട്ടൺ വെച്ചിട്ട് ഇതിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. കളേഴ്സൊക്കെ ഇങ്ങനെ സ്പ്രെഡായി വരും. നമ്മുടെ ഈ പേപ്പേഴ്സ് ഓരോരോ കഷ്ണങ്ങൾ നമ്മൾ കീറിയെടുത്ത് ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ എല്ലാം ഒരേപോലെ ആയി വരും. അതായത് എങ്ങനെ പറയാം, ഒരു മാർബിളിൻ്റെ എഫക്റ്റിൽ നമുക്കിത് കിട്ടും. ഈ രീതിയിൽ ഞാൻ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ലാസ്റ്റായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കളേഴ്സും തമ്മിലിങ്ങനെ സ്പ്രെഡായിട്ട് ഇതുപോലെ ഇതിൻ്റെ കളേഴ്സൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒരു മാർബിളിൻ്റെ എഫക്റ്റാണ് നമുക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ പേപ്പറൊന്നും ഒട്ടിച്ചിട്ടില്ല. ആ ഭാഗത്തായിട്ട് ഞാനിവിടെ ഒരു ത്രെഡ് കെട്ടി കൊടുക്കാനായിട്ട് പോവാണ്. നമുക്കിഷ്ടമുള്ള കളേഴ്സിലുള്ള ത്രെഡ് യൂസ് ചെയ്യാം. വുളൻ ത്രെഡോ കോട്ടൺ ത്രെഡോ എന്താ വെച്ചാൽ എടുക്കാം. ഞാനിവിടെ കോട്ടൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് കെട്ടിക്കൊടുക്കാനായിട്ട് പോവാണ്. ഇതിൽ കുറച്ച് ബീഡ്സും ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളത് വാർണിഷ് അടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ പെബിയോടെ പിക്ചർ വാർണിഷാണ് എടുത്തിട്ടുള്ളത്. സ്പ്രേ വാർണിഷാണ്, അത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലിയർ വാർണിഷ് ഇതിന് അടിച്ചു കൊടുക്കാം. അതുപോലെ വുഡിനടിക്കുന്ന വാർണിഷ് ഇതിന് ചെയ്ത് കൊടുക്കേണ്ട, കാരണം ഒരു ബ്രൗണിഷ് ടിൻറ്റ് ഇതിന് വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റണതല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്